എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. കൊച്ചിൻ റൈഡേഴ്സ് ക്ലബിൻ്റെ കീഴിൽ വരുന്ന മെമ്പേഴ്സ് ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു മൺസൂൺ റൈഡാണിത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എടപ്പള്ളിയിൽ വെച്ച് മീറ്റപ്പ് ചെയ്തു. ഈ ഒരു റൈഡിങ്ങിൽ ഏകദേശം 15 പേരാണ് പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന മേഘമലയിലേക്കാണ്. ഒരു ഗ്രൂപ്പായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ റൈഡ് ചെയ്യാതെ പല സ്ഥലങ്ങളിലായിട്ട് വണ്ടി നിർത്തി നല്ല ലൊക്കേഷനൊക്കെ കാണുമ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. മൂന്നാർ വഴിയാണ് ഞങ്ങൾ മേഘമലയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ചിയാപ്പാറ വെള്ളച്ചാട്ടം എത്തി. ഇത് നല്ല മഴയുള്ള സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു 7:30-8 മണിയായപ്പം ഞങ്ങൾ ഈ ഒരു ലൊക്കേഷനിലെത്തി. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മൺസൂൺ ആയതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു. അത് ശരിക്കും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഈ ഒരു ബൈക്ക് റൈഡിങ്ങിൻ്റെ രസവും രണ്ടും കൂടി ആയപ്പോൾ ശരിക്കും എന്താ പറയുക, നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. നമ്മളിപ്പോൾ പോകുന്ന മേഘമല എന്ന ഈ സ്ഥലം ഒരു ഹിൽ സ്റ്റേഷനാണ്. കുറേ ഭാഗം ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ടീ പ്ലാന്റേഷനും. പക്ഷേ ഇത് മറ്റ് ഹിൽ സ്റ്റേഷനുകളെ അപേക്ഷിച്ച്, അതായത് മൂന്നാർ, ഊട്ടി പോലുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒത്തിരി തിരക്കൊന്നുമില്ലാത്ത ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ആൻഡ് ത്രോ ചെയ്ത് കളയുന്ന സാധനങ്ങളില്ലേ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതുപോലുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് കടത്തിവിടില്ല. ഇത് നോക്കൂ ഗൈസ്, നിങ്ങൾ ഇവിടുത്തെ ആ ഒരു ആംബിയൻസ്. ഇങ്ങോട്ട് ശരിക്കും റൈഡിങ്ങിന് വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഈ ഒരു മൺസൂൺ സീസൺ തന്നെയാണ് കേട്ടോ. വരുന്നവരൊക്കെ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു റൈഡിങ് ട്രിപ്പ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മറ്റു കാറിൽ പോകുന്ന പോലെയല്ല, ഇത് ഭയങ്കര രസമാണ്. ഇത് കണ്ടോ, ഇതിപ്പം ടീ പ്ലാന്റേഷൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു റോഡാണ്. ഇവിടെ മറ്റ് മൂന്നാറിനെയൊക്കെ അപേക്ഷിച്ച് ഒത്തിരി വ്യൂ പോയിൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ മേഘമലയെ യൂണീക്കാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രകൃതി തന്നെയാണ്. ഇത് ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് അവരവരുടെ ജോലി ചെയ്യാണ്. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വണ്ടി നിർത്തി. ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചു. ഈ ഒരു വിഷ്വൽ കണ്ടോ, ലോങ്ങിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ബൈക്ക് നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമായിട്ടില്ലേ? പോരാത്തതിന് ചെറിയൊരു മഴയും പിന്നെ കോടമഞ്ഞും. ഇടയ്ക്കൊന്ന് റിഫ്രഷ് ആവാനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി. ഭയങ്കര കാറ്റായിരുന്നു, ആർക്കും നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. നമ്മുടെ ലഗേജൊക്കെ ഇവർ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് എടുക്കും. ഇൻ കേസ് വാട്ടർ ഫിൽഡ് ആയിട്ടുള്ള കുപ്പിയാണെങ്കിൽ പോലും നമ്മളിവിടെ കീപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇനി അങ്ങോട്ട് കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണ്.
ഇത് ഈ ഒരു റൈഡിങ്ങിലുണ്ടായിരുന്ന ഗേൾസ് ടീമാണ്. ഇതാണ് ഞങ്ങളുടെ ഹോൾ ടീം. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ ഒരു റിസോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ റിസോർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വളരെ വലിയ റിസോർട്ടുകളൊന്നും തന്നെ ഇല്ല. 2-3 റിസോർട്ടുകൾ മാത്രമേ ഈ മേഘമലയിൽ ടോട്ടലി ഉള്ളൂ. പിന്നെ ഭയങ്കര ലക്ഷറി സെറ്റപ്പിലുള്ള റിസോർട്ടുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊന്നും അങ്ങനെ അലൗഡ് ആയിട്ടുള്ള സ്ഥലമല്ല. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഈ റിസോർട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോർട്ടുകളിൽ വെച്ച് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു റിസോർട്ടായിരുന്നു. ഇതാണ് കേട്ടോ ബെഡ്റൂം. ഇതൊരു ഡബിൾ കോട്ട് വരുന്ന റൂമാണ്. അത്യാവശ്യം നീറ്റൊക്കെ ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു ഇത്. ഞങ്ങൾ താമസിച്ച ഈ ഒരു സ്റ്റേയിങ്ങിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഞങ്ങളുടെ പാക്കേജിൽ അത് ഇൻക്ലൂഡ് ആയിരുന്നു. ഇവിടെ പുറത്ത് പോയി വേറെ ഹോട്ടലിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇവിടെ പുറത്ത് വേറെ ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ മേഘമലയിലേക്ക് നിങ്ങളൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ തന്നെ റിസോർട്ടെല്ലാം കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. ഞങ്ങൾ താമസിച്ച ഈ ഒരു റിസോർട്ടിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് റെഫർ ചെയ്യാം. ഞങ്ങൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, സൈഡ് സീൻസൊക്കെ കാണാനായിട്ട്. മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇതിന് മേഘമല എന്ന പേര് വന്നത്. ഇവിടെ 6 ഡാമുകൾ സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. മേഘമല ഫോറസ്റ്റ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. മാത്രമല്ല ഇത് ഒരു ടൈഗർ റിസർവ്ഡ് ആയിട്ടുള്ള പ്ലേസ് കൂടിയാണ്. ആന, കടുവ, മറ്റു പല വന്യമൃഗങ്ങളെയും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാം. അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ഇതിപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആ ഒരു കാഴ്ച നോക്കൂ നിങ്ങൾ, ഭയങ്കര രസമായിട്ടുള്ള ഫ്രെയിമല്ലേ അത്. ആദ്യം ഞാൻ കരുതിയത് അതൊരു വീടാണെന്നാണ്, പിന്നീടാണ് മനസ്സിലായത് അതൊരു പോലീസ് സ്റ്റേഷനാണെന്ന്. ഫ്രണ്ടിൽ തന്നെയായിട്ട് നല്ല ഭംഗിയുള്ളൊരു തടാകം, അതും ഒത്ത തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് ചുറ്റും നല്ല കോടമഞ്ഞും. അപ്പോൾ റീൽസൊക്കെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇവിടെ. ഈ ഒരു കാറ്റിൻ്റെ പവർ കൊണ്ട് ഇത് കണ്ടോ, ഒരു ബൈക്ക് മറിഞ്ഞു വീണു. മേഘമലയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് വേണം കേട്ടോ വരാൻ. കാരണം ഇവിടെ പെട്രോൾ പമ്പൊന്നും അധികം ഇല്ല. അതുപോലെ തന്നെ ATM കൗണ്ടറും അവൈലബിൾ അല്ല. അപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ കുറച്ച് പൈസ കയ്യിൽ കരുതേണ്ടി വരും. നമ്മളിങ്ങനെ റൈഡിങ്ങിനൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വൈബിൽ എന്ത് വന്നാലും നമുക്കൊരു ചായയൊക്കെ കുടിക്കാൻ തോന്നും. അപ്പോൾ അവിടെ ഈ GPay ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഒരിക്കൽ പൈസയായിട്ട് തന്നെ നമ്മൾ പേ ചെയ്യേണ്ടി വരും.
അമ്പലം കണ്ടോ? മേഘമലയിലെ മറ്റൊരു മനോഹരമായ ദൃശ്യം. ചുറ്റും തേയിലത്തോട്ടത്തിന് നടുവിൽ, അതും കോടമഞ്ഞിൽ പൊതിഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരമ്പലം. അപ്പോൾ വീണ്ടും ഞങ്ങൾ വണ്ടി നിർത്തി. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ അലൗഡ് അല്ല. ഇത് കണ്ടോ, അവിടെ കല്ലൊക്കെ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ തന്നെ നാട്ടുകാരനായ ഒരു ചേട്ടനാണ് കേട്ടോ. അരിക്കൊമ്പൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ശല്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. டூர் மாராசமிட்டு இங்கே தான் வந்தது அரிக்கொம்பன் வந்து 40 நாள் டூரிஸ்ட் வந்து விடாமல் விட்டு ரேஷன் கடையை 3 கடையை உடச்சி அரிசி சாப்பிட்டு திருப்பி போய் கம்பம் போய் அங்கே போய் அலசுன்னு அலசி திருப்பி மேமலைக்கு வந்து வேற பக்கம் பிடிச்சி இப்போ விட்டுருக்காங்க. ஓகே, அடுத்து இப்போ இன்னும் ஆனா இருக்குது, அது இங்கிட்டு தான் தெரியும். இப்போ எங்கே இருந்தா? இப்போ எங்கே இருக்குதா? சார் இப்போ காட்டுக்குள்ளே இருக்கும். ஆனால் நைட் நேரத்தில் ரோட்டு வழியிலே வரும். ഇതിന്റെ റൂട്ട് എങ്ക പോകുന്നത്? சார் இதுக்கு மேல ரூட்டே இல்ல. റൂട്ട് ഇല്ല, பூரா கல் ரோடு. ஏதோ ஒரு பஞ்சர் வச்சிருந்தா இங்க ஒண்ணுமே இல்ல. பஞ்சர் ஓட்டுறது பூரா சின்னமனூர். ഇത് ഒരു ചായക്കടയാണ്. ഇവിടെ നിന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചുക്ക് കാപ്പിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കുടിച്ചത്. ഇങ്ങനെയുള്ള കുഞ്ഞിക്കടകളിൽ നിന്നൊക്കെ ചായ കുടിക്കണമെങ്കിൽ നമ്മൾ ക്യാഷായിട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങോട്ട് എത്തിച്ചേരാൻ കുറച്ച് ദൂരം നമ്മൾ നടക്കണം. അതും തേയിലത്തോട്ടത്തിന് നടുവിലൂടെയാണ്. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കമ്പം, തേനി, അതുപോലെ കുമളി എന്നീ സ്ഥലങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടും. പക്ഷെ നിർഭാഗ്യവശാൽ കോട കാരണം ആ ഒരു വ്യൂ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാലും സാരമില്ല, ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു വൈബും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ്. ഞങ്ങൾ ഈ റൈഡിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും കൂടി എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ. എങ്ങനെയുണ്ട് മേഘമല? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ട്രാവലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.